നമ്മുടെ വീടിൻ്റെ പരിസരത്ത് സാധാരണയായി വളരുന്ന പല വൃക്ഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണിച്ചു തരുന്നത്. ഇത് പേര, ഇത് ആയി വരണേ ഉള്ളൂ. ഇതാണ് പേരയുടെ സ്റ്റെമ്മ്. പേര ഇത് ജാതി മരമാണ്. അതിൻ്റെ കായകൾ അച്ചാറിടാനും മരുന്നുണ്ടാക്കാനുമാണ് ഉപയോഗിക്കുന്നത്. ഇത് ചാമ്പയാണ്. ഇത് പൂത്തു വരണേ ഉള്ളൂ. ഇത് കരാമ്പട്ടയാണ്. ഇതിൻ്റെ തൊലി സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിക്കുന്നു. ഇത് ആണ് റംബൂട്ടാൻ. ധാരാളം പഴങ്ങളുള്ള വൃക്ഷമാണ് റംബൂട്ടാൻ. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് കായ്ക്കാൻ തുടങ്ങണേ ഉള്ളൂ. ഇത് അരിനെല്ലിയാണ്. ഇത് കായകൾ ഉണ്ടാകുന്നത് തുടങ്ങണുള്ളൂ. അച്ചാറിടാനാണ് ഇതിൻ്റെ ഫലങ്ങൾ ഉപയോഗിക്കുന്നത്. ഇത് ഞാവലാണ്. കായ്ക്കാൻ തുടങ്ങണതേ ഉള്ളൂ. ഇത് മുരിങ്ങയാണ്. അതിൻ്റെ കായകൾ കറിക്ക് ഉപയോഗിക്കുന്നു. ഇത് പപ്പായയാണ്. കായകൾ കറി വെക്കാൻ ഉപയോഗിക്കുന്നു. ഇത് ഓർക്ക പുളിയാണ്. അതിൻ്റെ കായകൾ അച്ചാറിടാൻ ഉപയോഗിക്കുന്നു. ഇത് പ്ലാവ്, വെള്ളരിക്ക പ്ലാവ്. വെള്ളവരിക്കയാണ് ഇതിൻ്റെ ചക്ക. നല്ല വെളുത്ത നിറമാണ് ഇതിൻ്റെ ചുളയ്ക്കുള്ളത്. ഈ പ്ലാവ് കൂഴ ചക്കയാണ് ഇന്നത്തെ ഉണ്ടാകുന്നത്. ഇത് തേൻവരിക്ക ചക്കയാണ്. ചുവപ്പ് കളറാണ് ഇതിൻ്റെ ചുളയ്ക്ക്. കുറേ ചക്കകളുണ്ട് മുകളിൽ. ഇത് ഒടിച്ചുകുത്തി നാരകമാണ്. കായകൾ അച്ചാറിടാൻ ഉപയോഗിക്കുന്നു. അത് കറി നാരകമാണ്. അച്ചാറിടാൻ ഉപയോഗിക്കുന്നു. ഇത് കൊടംപുളിയാണ്. മീൻകറിക്കാണ് ഇത് സാധാരണയായി ഉപയോഗിക്കുന്നത്. ഇത് കടംപ്ലാവാണ്. ചക്കക്കറി വെക്കാൻ ഉപയോഗിക്കുന്നു. ഈ കടംപ്ലാവില് ചെറിയ ചക്കകളാണ് വളരുന്നത്. കണ്ടോ? ഇത് നാടൻ കിളിച്ചുങ്ങ മാങ്ങ. കിളിച്ചുണ്ടൻ മാങ്ങ കറി വെക്കാൻ ഉപയോഗിക്കുന്നു. കാണണല്ലേ, രണ്ട് മാങ്ങ. ശരിക്കും കുറെ മാങ്ങ ഉണ്ടല്ലോ. ഇത് നെല്ലിക്കായുടെ ഉപയോഗം ഞാൻ ഇല്ലല്ലോ. ഇത് ആത്ത ചക്കയാണ്. ആത്തപ്പഴം നമ്മൾ തിന്നാൻ ഉപയോഗിക്കുന്നു. അത് വാഴയാണ്. വാഴച്ചു കണ്ടവർ ഇവിടെ ഉണ്ടോ? ഇതാണ് വാഴ. പക്ഷെ 3 വാഴയുണ്ട്, 2 വാഴ. ഇതേ കണ്ട, ഇവിടെ കുറെ മാങ്ങകളുണ്ട്. 1 2 3 4 5 6 7. സോറി, മരം മുഴുവൻ മാങ്ങയുണ്ട്. സോറി, അത് നീലാരി മാങ്ങയാണ്. ഇത് കറിവേപ്പ്. ഇതിൻ്റെ ഇലകൾ കറി വെക്കാൻ ഉപയോഗിക്കുന്നു. ഇത്തര വൃക്ഷങ്ങൾ ഞങ്ങളുടെ അമ്മ വീട്ടിലുണ്ട്. അടുത്ത വീഡിയോയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഡിസിൻസ് മരുന്ന് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പം ബൈ.